ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡാണ്. ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡിൽ മൈഥിലി എന്ന കാളകൂട വിഷം നമ്മുടെ കാർത്തികിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുവാണ്. മീനാക്ഷിക്ക് ഇനി ഒരിക്കലും കാർത്തികിനെ വിട്ടുകൊടുക്കത്തില്ല എന്ന് മൈഥിലി മനസ്സിൽ പ്രതിജ്ഞ എടുത്തതുകൊണ്ട് സന്തോഷത്തിന്റെ പൂത്തിരി കത്തിച്ച് അവളങ്ങനെ അവിടെ ആറാടി നിൽക്കുവാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പൊ ആദ്യം തന്നെ കാണിക്കുന്നത് ചെമ്പകമംഗലം തറവാടാണ്. ചെമ്പകമംഗലത്തിന്റെ പൂമുഖത്താണെങ്കിൽ പ്രഭാതമാണ്. രാവിലെ എന്ത് ചെയ്യുന്നു, കൈമളയായിട്ട് അവിടെ ചാരി കസേരയിൽ അങ്ങനെ ചാരി ഇരിക്കുവാണ്. എന്തോ വളരെ ചിന്തനയിലാണ്. മുഖം കണ്ടാൽ അറിയാം വളരെ സങ്കടവും വിഷമവും ഉണ്ടെന്നുള്ള കാര്യം ോട്ട് വരുന്നുണ്ട്. അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ അമ്മ എന്തെയും ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, അച്ഛനൊന്നും തന്നെ മിണ്ടുന്നില്ല. ഈ സമയം നമ്മുടെ നന്ദിനി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം നന്ദിനിയോട് സാവിത്രി ചോദിക്കുന്നു, നന്ദിനി അമ്മ എന്തിയെ? അമ്മ കിടക്കുവാണ്, അമ്മയ്ക്ക് തീരെ വയ്യാന്ന് തോന്നുന്നു, അമ്മ കിടക്കുവാണെന്ന് പറഞ്ഞു. അപ്പൊ സാവിത്രി പറഞ്ഞിട്ട്, അമ്മയ്ക്ക് ടെൻഷൻ ആയതായിരിക്കും, ഇനി ഞാനും കൂടെ അങ്ങോട്ട് പോയി എന്താണ് അമ്മയ്ക്ക് ടെൻഷൻ ഒന്നും കൊടുക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് നേരെ അച്ഛൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നത്, അച്ഛൻ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ എന്താണ് കൈമളേട്ടൻ ഇങ്ങനെ അന്തിച്ച് നിൽക്കുവാണ്, എന്താ ഇവള് പറയാൻ പോകുന്നുള്ള വെച്ച്. അച്ഛൻ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവുമോ? അച്ഛൻ ഈ വീട്ടിലൊരു കാരണവരല്ലേ? അപ്പൊ ഈ വീടിന്റെ സകല ഉത്തരവാദിത്വവും അച്ഛനല്ലേ ഉള്ളത്? അച്ഛൻ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അല്ലെങ്കിൽ അച്ഛൻ അവൻ 2 അടി കൊടുത്തൂടെ ഇങ്ങനെ ഇരിക്കാതെ വേണ്ടിട്ടെന്ന് പറയുമ്പോ, നീ എന്താ അർത്ഥം വെക്കുന്നതെന്ന് ചോദിക്കും. നീ എന്താ അർത്ഥം വെക്കുന്നത്, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നു കൈമളയായിട്ട്. അവനെ ഒന്ന് അച്ഛന്റെ കൊച്ചുമകനല്ലേ അവനെ ഒന്ന് 4 അടിയെങ്കിലും കൊടുത്ത് അച്ഛനൊന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ കാണിക്കുന്നതൊക്കെ വൃത്തികേടും തെറ്റാണെന്ന് പറയാൻ നോക്കും. അത് കൊള്ളാം, മകളായ നീ എന്നെ അനുസരിച്ചിട്ടില്ല, പിന്നെ ഈ കിളവൻ മുത്തശ്ശനെ അവൻ അനുസരിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ പിള്ളേരാണ് എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ പറയും ഞങ്ങളുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിളവൻ നാണം കെട്ടു പോകേണ്ട ഒരു അവസ്ഥ. നന്ദിനി പറയുന്നുണ്ട്, അങ്ങനല്ല അച്ഛൻ പറഞ്ഞാൽ അവൻ കേൾക്കും, അച്ഛനെ എതിർത്തൊന്നും അവൻ പറയത്തില്ല, മുത്തശ്ശനെ അവന് വലിയ ഇഷ്ടമല്ലേ, അച്ഛനൊന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞാൽ അവൻ എതിർത്തൊന്നും പറയില്ല. അപ്പൊ എന്താണ് കൈമളേട്ടൻ പറയുന്നുണ്ട്, എനിക്ക് അവനോട് സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം കാലം തന്നെ എന്താണ് അവനെ മനസ്സിലാക്കി കൊടുത്ത് അവളെ അടിച്ച് അവൻ തന്നെ പുറത്താക്കിക്കോളും, അതുവരെ നമുക്ക് കാത്തിരിക്കാനേ പറ്റത്തുള്ളൂ എന്ന് സാവിത്രി എടുത്ത് പറയും. സാവിത്രി അതിന് മുമ്പ് പറയുന്നുണ്ട്, അച്ഛൻ ഞാൻ അവളെ ചവിട്ടി വലിച്ച് പുറത്തിട്ട് അടിച്ച് പുറത്താക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത്, നമ്മൾ വെറുതെ അതിനെ കൊണ്ടൊന്നും നമുക്ക് പറ്റില്ല, അവൻ തന്നെ അവളെ ഇറക്കി വിട്ടാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്താണ് അകത്തോട്ട് കയറി പോവുകയാണ് ചെയ്യുന്നത്. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ACP ഇങ്ങനെ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയമാണ് മീനാക്ഷിയുടെ കോള് വരുന്നത്. പറ മീനാക്ഷി, എന്തുകൊണ്ട്? ഒന്നുമില്ല, ACP എന്ത് ചെയ്യുവാണ്? തിരക്കിലാണോ? ഡ്യൂട്ടിയിലാണോ? അല്ല, ഡ്യൂട്ടിയിലും അല്ല ഓഫീസിലും അല്ല, ഞാൻ പുറത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുവാണെന്ന് പറയും. ഒന്നുമില്ല, എനിക്കിങ്ങനെ ഇരുന്നപ്പോൾ ACPനെ ഓർമ്മ വന്ന്, എനിക്ക് ACPനെ കുറിച്ച് ചിന്തിക്കാനല്ലേ സമയമുള്ളൂ, പിന്നെ ആരെക്കുറിച്ച് ഞാൻ ചിന്തിക്കാനാ? ACPയെ കുറിച്ച് ചിന്തിച്ചപ്പം എനിക്ക് ACPയോട് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി, അങ്ങനെ ഫോൺ ചെയ്തതാന്ന് പറയും. എനിക്ക് മീനാക്ഷിയോടല്ലേ സംസാരിക്കാനുള്ളൂ, എനിക്ക് എൻ്റെ മീനാക്ഷി കുട്ടിയല്ലേ ഉള്ളെന്ന് നമ്മുടെ ACP പറയുന്നു. ACPയുടെ കയ്യിലിരിപ്പൊക്കെ നമുക്കറിയാം എന്താണ്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ മീനാക്ഷി, നിന്റെ വിഷമങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, അതൊക്കെ നമുക്ക് വേഗത്തിൽ മാറ്റാം, ഞാൻ ഒരു നല്ല മനുഷ്യൻ. എന്നിട്ട് അന്നേരം എന്താണ്, അവളെയാണ് പൊക്കുന്നത്, മൈഥിലീനെ. അവളോട് ഞാനങ്ങ് ക്ഷമിച്ചു, പിന്നെ അവള് കാണിച്ചിട്ട് പോയതെല്ലാം എനിക്ക് ക്ഷമിക്കാൻ പറ്റി, എൻ്റെ നല്ല മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ പറ്റി, നീ എന്നെ അങ്ങനെ ആക്കി എടുത്തത് കൊണ്ടാണ് ഞാൻ എന്താണ് ക്ഷമിച്ചത്, എനിക്ക് അവളോട് ഒരു ദേഷ്യമില്ല. പാവം മൈഥിലി, കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഓർത്ത് പശ്ചാത്തപിച്ചവർക്ക് കുറ്റബോധമായിരിക്കും, അവൾ അങ്ങനെ പിന്നെ കുറ്റബോധത്തിലായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് കേട്ടിട്ട് മീനാക്ഷിയുടെ മുഖത്തിന്റെ ഭാവം മാറി, എന്നാലും ഒന്നും പ്രകടിപ്പിക്കാൻ എന്താണ് എന്ന് വലിയ ഒച്ചയൊന്നും കൊടുക്കാതെ എന്ന് മാത്രം പറഞ്ഞ് കേട്ടോണ്ടിരുന്നു. എല്ലാം ശരിയാവും, നമുക്ക് അവള് കുറച്ചുനാൾ അവിടെ ഉണ്ടാവുമല്ലോ, അപ്പോഴത്തേനും എല്ലാം ശരിയായി കഴിയുമ്പോൾ അവളെ കൊണ്ട് ലീഗലായിട്ട് എന്ത് ചെയ്യാണ്, അവളെ ബന്ധം ഒഴിപ്പിച്ചിട്ട് ഞാൻ നിന്നെ വിവാഹം കഴിക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, ലീഗലായിട്ടുള്ള കല്യാണം ഒന്നും അല്ലല്ലോ ACP വലുത്, മനസ്സുകളുടെ പൊരുത്തമല്ലേ ഏറ്റവും വലുതെന്ന്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് മീനാക്ഷി, മനസ്സുകളുടെ പൊരുത്തം തന്നെയാണ് നീ പറഞ്ഞതുപോലെ ഏറ്റവും വലുത്. കാരണം നീ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, നമുക്കത് എന്താണ് ലീഗിലെ കൂടെ ആക്കിയാലല്ലേ ഒക്കത്തുള്ളൂ, നമ്മുടെ ജീവിതം കണ്ട് മൈഥിലി അതിശയിച്ചു പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ചുമ്മാതാണ്, ഇതെല്ലാം കളത്തരങ്ങളാണ്. അപ്പോഴത്തേനും എന്താണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത്, നമ്മുടെ സാവിത്രി എന്താണ് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്. പൂമുഖത്ത് നിന്ന് ഇറങ്ങി അങ്ങോട്ട് മുറ്റത്ത് നിൽക്കുമ്പോൾ നമ്മുടെ രാജലക്ഷ്മി അമ്മ
ചെടിക്ക് എന്താണ് വെള്ളം നനച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അടുത്ത് വന്നിട്ട് അമ്മേ നമ്മുടെ ചെടികളെല്ലാം അങ്ങ് കരിഞ്ഞു പോയി അല്ലേ അമ്മേ, നമ്മൾ ഒന്നും നോക്കാതെ ശ്രദ്ധിക്കാതെ എല്ലാ നല്ല ചെടികളും കരിഞ്ഞു പോയി, ഇനി നമുക്കെല്ലാം ഒന്ന് നോക്കി ശ്രദ്ധിച്ച് എടുക്കണം. അപ്പോഴത്തേനും നമ്മുടെ രാജലക്ഷ്മി അമ്മ പറയും, മോളെ സാവിത്രി, അതൊക്കെ സംഭവിച്ചു പോയത് നമ്മുടെ മനസ്സുകൾ തമ്മിലുള്ള അകൽച്ച കൊണ്ടാണ് അങ്ങനെ എല്ലാം സംഭവിച്ചു പോയത് തന്നെ. നമ്മളുടെ മനസ്സുകളെല്ലാം ഒന്നായി കൂട്ടായി ഇരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയും. ശരി അമ്മേ, നമുക്ക് ഇനി കുറച്ച് ചെടികളോടൊക്കെ വാങ്ങിച്ച് നട്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് അതിനെയൊക്കെ നോക്കിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് ആ സമയത്ത് അങ്ങനെ പുറത്തോട്ട് നോക്കിയിട്ട് അമ്മയുടെ കാതിലോട്ട് നോക്കി പറയാം, അമ്മേ അമ്മേ ആകാശവാണി വരുന്നുണ്ട്. ആകാശവാണിയോ? അതാരേ? അതില്ല, അംബികയെ. ആകാശവാണി എന്നാണ് അവളെ ഇപ്പൊ എല്ലാരും എന്ത് ചെയ്യുന്നേ വിളിക്കുന്നേന്ന് പറയും. അപ്പൊ അംബിക അങ്ങോട്ട്, ഓ നമ്മുടെ വീട്ടിൽ പണ്ട് ജോലിക്ക് നിന്ന അംബിക എന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. അപ്പം അംബിക എന്താണ് അടുത്തോട്ട് വന്നിട്ട് വെക്കും, എന്താ അമ്മയും മോളും കൂടെ ഒരു കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതാ, നിങ്ങളടുത്ത് രണ്ട് വർത്തമാനം പറയാന്ന് പറഞ്ഞ് കയറിയതാ എന്ന് പറഞ്ഞു. ആ എന്താ ഇവിടെ എല്ലാരും തമ്മിൽ എന്താണ് കൊച്ചു വർത്താനം പറഞ്ഞ് അമ്മയും മോളും തമ്മിൽ നിൽക്കുന്നത്? അതൊന്നുമില്ല, ഞങ്ങൾ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു നിന്നതാ. ഉടനെ എന്നെ എന്താണ് അമ്പിക ചോദിക്കുവാണ്, ഇവിടുത്തെ മൂത്ത പുള്ളിയെ ഒരു പെണ്ണിന്റെ പിന്നാലെ എന്താണ് ഇറങ്ങിപ്പോയിട്ട് ഭാര്യ ചത്തു കഴിഞ്ഞപ്പോ അവൻ വീണ്ടും വന്നു അല്ലയോ, നന്ദിനിയുടെ കൂടെ എന്താണ് കൂട്ടം കൂടാൻ വേണ്ടിയിട്ട് വന്നു അല്ലേ. അപ്പോഴത്തേനും നമ്മുടെ സാവിത്രിക്ക് ദേഷ്യമായി, ദേ നിന്റെ ഈ സ്വഭാവം കൊണ്ടാണ്, നിന്റെ കൊതിയും തുണയും കുറയുന്നത് കൊണ്ടാണ് നിന്നെ ഇവിടുന്ന് എന്ത് ചെയ്തു ഞങ്ങൾ പറഞ്ഞു വിട്ടത് തന്നെ. മേലാ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ട് എന്ത് ചെയ്യല് വന്നേക്കില്ല. ഞാൻ ചോദിച്ചത് ശരിയല്ലേ? അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങളുടെ മോൻ എന്താണ് ബി ഗ്രൂപ്പിൽ ചേർന്നോ? അപ്പൊ സാവിത്രിക്കൊന്നും മനസ്സിലായില്ലേ. ബി ഗ്രൂപ്പോ? അതെ, നിങ്ങളുടെ മോൻ രണ്ടാമത് ഒരുത്തിയും കൂടെ കൊണ്ടുവന്നില്ല. അതായത് നിങ്ങളുടെ ഇരിക്കുന്നു പറഞ്ഞ ഒരു ഫോൺ എടുത്ത് കാണിക്കുവാണ്. അതായത് അംബികയുടെ കയ്യിൽ വീഡിയോ ഉണ്ട്. അതാണ്ട് നിങ്ങളുടെ മോന്റെ ലീലാവിലാസങ്ങൾ കണ്ടോ, നിങ്ങളുടെ മോന്റെ ഭാര്യ വേറൊരുത്തന്റെ കൂടെ ഓടിപ്പോയി, നിങ്ങളുടെ മോൻ രണ്ടാമതൊരുത്തിയെ കെട്ടി, എന്നിട്ട് വീണ്ടും നിങ്ങളുടെ മോൻ ACP എന്താണ് അവളെ തന്നെ അവന്റെ കയ്യിൽ നിന്ന് വീണ്ടും തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പം സാവിത്രിയും മുത്തശ്ശിയൊക്കെ വല്ലാണ്ട് സങ്കടപ്പെടുന്നുണ്ട്. കാരണം അന്നില്ല അമ്പലത്തിൽ വെച്ച് എന്താണ് അവന്റെ ACPയുടെ പുറത്തോട്ട് മൈതിൽ ചാഞ്ഞു നിൽക്കുന്ന അതെല്ലാമാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മീനാക്ഷി വരുന്നത്. എന്താ അമ്മ ഇവിടെ അമ്മായി പിന്നെ മുത്തശ്ശി ഇവരെ ആരാ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ, ഇവളല്ലേ അവന്റെ ഭാര്യ, രണ്ടാമത് ഭാര്യ. ഉടനെ മീനാക്ഷി പറയും, അയ്യോ അല്ലല്ല, ACPക്ക് 1008 ഭാര്യമാരുണ്ട്, അതിലെ ഒരു ഭാര്യയാണ് ഞാനെന്ന് പറഞ്ഞ് ഉത്തരം കൊടുക്കും. ഇതങ്ങ് ആർക്ക് സുഖിച്ച്? നമ്മുടെ സാവിത്രിക്ക് സുഖിച്ചിട്ട്, എന്റെ മരുമോള് മോശമൊന്നും അല്ല എന്നുള്ള മട്ടിൽ എന്താണ് നോക്കി നിൽക്കുന്നുണ്ട്. അതാടി നിന്റെ ഭർത്താവിന്റെ എന്താണ് കൂത്ത്, ഞാനിപ്പോ എന്താണ് ഈ ഫോണിൽ കാണിച്ചു തരാന്ന് പറഞ്ഞ് അമ്പിക അങ്ങോട്ട് ഫോൺ കൊടുക്കുമ്പോ നമ്മുടെ മീനാക്ഷി ആ ഫോൺ മേടിച്ച് നോക്കിയിട്ട് മീനാക്ഷിയുടെ മുഖത്ത് ഞെട്ടലും സങ്കടവും ഉണ്ട്. കാരണം ACPയുടെ തോളത്ത് മൈതിൽ ചാഞ്ഞു വീഴുന്നതും ACP അവളെ പൊക്കി കോരി എടുത്തോണ്ട് പോകുന്നതും എല്ലാം ആണുള്ള വീഡിയോ. ഇതേ ഞാൻ പിടിച്ചതാ, ഞാൻ ഞങ്ങളുടെ കോളനിയിലെ എല്ലാരെയും ഒന്ന് കാണിച്ച് നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും ഒന്ന് ഞാനിത് അയച്ചു കൊടുക്കും. പണ്ട് എന്നെ ഇവിടുന്നേ ഒരു ഉരുളി കട്ടെന്ന് പറഞ്ഞ് എന്നെ അടിച്ചുവിടുന്ന് പുറത്താക്കിയതല്ലേ നീ, ഈ കാര്യം ഞാൻ എല്ലാരെയും കാണിക്കും, അറിയിപ്പിക്കും. അപ്പൊ ഫോൺ ആരുടെ കയ്യിലിരിക്കുക? മീനാക്ഷിയുടെ കയ്യിലിരിക്കുക. മീനാക്ഷി എല്ലാം ഫോണിലുള്ള എന്തായി കളഞ്ഞ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പറഞ്ഞു, ഇന്നാ നിങ്ങളെ ഫോൺ നിങ്ങൾ കൊണ്ടുപോയി എല്ലാരെയും കാണിച്ച് എല്ലാവരും കാണിക്കണം, അപ്പോഴാണ് എനിക്ക് സന്തോഷം എന്ന് മീനാക്ഷി പറയും. അപ്പൊ സാവിത്രി ആലോചിക്കും, ഇവളെന്തോ ഇങ്ങനെ പറയുന്നേ, എല്ലാരെയും കാണിക്കാൻ നമുക്ക് സന്തോഷം കിട്ടുമെന്ന്. അപ്പോഴത്തേനും ഈ അമ്പിയെ ഫോൺ മേടിച്ച് നോക്കിയിട്ട്, വീഡിയോ എന്തിയെ കാണുന്നില്ലല്ലോ? അതേ, അത് ഞാനങ്ങ് ഡിലേറ്റ് ചെയ്ത് നിങ്ങൾ ഇനി കൊണ്ടുപോയി എല്ലാരെയും കാണിച്ച് കൊട്ടിപ്പാടിക്കൊണ്ട് നടാം. അപ്പൊ സാവിത്രിക്ക് വളരെ സന്തോഷമായി. കാരണം മരുമകളൊരു മിടുക്കിയാണല്ലോ എന്നുള്ള മട്ടില്ലേ. എന്നിട്ട് മനസ്സിലാലോചിക്കുക, ഇവളെ ഒന്ന് അഭിനന്ദിച്ചാലോ. പിന്നെ അടുത്ത നിമിഷം വേണ്ട, ഇവളെ തലേ കയറും, അതുകൊണ്ട് വേണ്ട എന്ന് പറയുന്നു. എന്നിട്ട് എന്താണ് മീനാക്ഷി പറയുവാണ്, ഇനി ഈ പരിസരത്തെങ്ങാനും നീ വന്ന നിന്നെ നിന്നെ ഞാൻ പുറത്താക്കി കളയും, ഇറങ്ങി പൊടിയെന്ന് എന്താണ് അമ്പിക എടുത്ത് പറയുവാണ്. അമ്പിക അങ്ങനെ എന്തൊക്കെയോ പുറത്തുകൊണ്ട് ഇവിടുത്തെ എന്താണ് ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അമ്പിക പോവുകയാണ് ചെയ്യുന്നത്. അപ്പം മീനാക്ഷി വിളിച്ചു പറയുന്നുണ്ട്, ഇത് ACPയുടെ ഭാര്യയും അമ്മയും മുത്തശ്ശിയാണ്, നീ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോയാൽ നിന്നെ പിടിച്ചെന്താണ് ജയിലിടുമെന്ന് പറയുമ്പോഴത്തേന് അവള് വേഗത്തിൽ അങ്ങ് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ മൈഥിലി എന്ന കാളകൂട വിഷം ഇങ്ങനെ ഞാൻ എന്താണ് ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട്
പിന്നെ ചിന്തിക്കുവാണ് വൈശാഖ് പറഞ്ഞ കാര്യം. നിന്നെ ACPയുടെ കാർത്തികിന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലടി ചെമ്പകമംഗലത്ത്. നിന്റെ ജീവിതം ഞാൻ കുളം തോണ്ടെന്ന് പറഞ്ഞത് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ഫോൺ എടുത്തിട്ട് ACPക്ക് വിളിക്കുക. ACPക്ക് വിളിച്ചിട്ട് അപ്പോഴത്തേന് എന്താണ് ഫോൺ കാണുന്നോണ്ട് തന്നെ ഓ മൈഥിലി എന്ന് പറഞ്ഞുകൊണ്ട് എന്താവണം പെട്ടെന്ന് ഈ ACP അങ്ങ് ഫോൺ എടുക്കുവായിരുന്നു. പറ മൈഥിലി. അതേ, ഞാൻ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. എനിക്ക് ബുദ്ധിമുട്ടൊന്നും ആയില്ല. താൻ എന്താന്ന് വെച്ച കാര്യം പറഞ്ഞോളാൻ പറഞ്ഞു. അതേ, ഞാൻ പിന്നെ പറയാൻ പോകുന്ന കാര്യം പിന്നെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. നീ പറഞ്ഞോളൂ, എനിക്ക് ബുദ്ധിമുട്ടാണോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാനല്ലേ തീരുമാനിക്കുന്നത്. അപ്പോഴത്തേന് ഇവളെ മുഖം അങ്ങ് സന്തോഷം കൊണ്ട് എന്താണ് അങ്ങ് പൂത്ത്. അപ്പൊ പറയുന്നുണ്ട് എനിക്ക് മാറ്റി ഉടുക്കാൻ ഡ്രസ്സുകളൊന്നുമില്ല, ഇവിടെ ഒരു പഴയതുണ്ടായിരുന്നതാണ് ഞാൻ എടുത്ത് ഇട്ടതെന്ന് പറയും. അപ്പോഴത്തേനും എന്താണ് ACP മനസ്സ് ചിന്തിക്കോ, ഓ ഇതൊരു കുരിശായോ, ഇതൊരു പുലിവാലായോ ഈ കൊണ്ടുവന്നതെന്ന് മനസ്സ് ചിന്തിച്ചിട്ട് വീണ്ടും പറ പിന്നെ മൈഥിലി, അതിന് നമുക്ക് എന്താ പരിഹാരം ഉണ്ടാക്കാം. നീ ഭക്ഷണമെല്ലാം കഴിച്ചോ, ആഹാരം എന്തെങ്കിലും കഴിച്ചോ? എന്നെ ഇവിടെ എനിക്ക് ആരും ഒന്നും തന്നില്ല കാർത്തിക്. എന്നെ ഒന്നും ആരും തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. ഞാനിവിടെ ഉണ്ടോന്ന് പോലും ആരും നോക്കിയില്ല. അങ്ങനെയാണോ? എന്നാ ഞാൻ ഇപ്പൊ എന്തായി തരാം, അതൊന്ന് ഞാൻ ശരിയാക്കി തരാമെന്ന് കാർത്തിക് പറയുമ്പോ ഇവളയ്യോ കാർത്തിക് വേണ്ട വേണ്ട വേണ്ട, അവരോട് പ്രശ്നത്തിനൊന്നും പോവല്ലേ കാർത്തിക്, എനിക്ക് വേണ്ടി അവരോട് വഴക്കിനൊന്നും പോവല്ലേ, അവരെ ഫോൺ വിളിച്ചതൊന്നും ചോദിക്കല്ലേ കാർത്തിക്, വേണ്ട എന്ന് പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെക്കുമായിരുന്നു. ഫോൺ വെച്ച് ഒരു കുറച്ച് കഴിഞ്ഞോണ്ട് എന്താണ് ഈ ACP എന്താണ് കുറച്ച് കവർ കെട്ടൊക്കെ ആയിട്ട് വന്നിറങ്ങിയിട്ട് മൈഥിലി മൈഥിലി എന്നാണ് വിളിക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരൊക്കെ അതിശയിച്ചു പോവുകയാണ്. സാവിത്രി അങ്ങോട്ട് വന്നിട്ട് എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട്. മൈഥിലി മൈഥിലി എന്ന് വീണ്ടും പറയുന്നു. ഏത് മൈഥിലി? നിന്നെ ഉപേക്ഷിച്ച് നിന്റെ കൊച്ചിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞവളോ, അവളെയാണോ നീ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴത്തേന് അവൾ ഇറങ്ങി വരും. അപ്പം പറയും പിന്നെ മൈഥിലിക്ക് എന്താണ് മാറ്റി കൊടുക്കാൻ ഒരു തുണി പോലും ഇല്ല അവക്ക്. പിന്നെ അവക്ക് എന്താ പിന്നെ ആരും ഒരു എന്താണ് ഒരു ഡ്രസ്സ് പോലും എന്താ കൊടുത്തുവിടേന്ന് ചോദിക്കും. ഇവക്ക് കൊടുക്ക, ഇവളെ ചവിട്ടി പുറത്താക്കുന്നത് എപ്പോഴാണെന്ന് ഞാൻ കാത്തിരിക്കുന്നു. അവക്ക് ഞങ്ങൾ ഇനി ഡ്രസ്സും കൂടെ എടുത്തങ്ങ് കൊടുക്കാം എന്ന് പറയും. നിങ്ങൾ ആരെങ്കിലും അവക്ക് ഭക്ഷണമെങ്കിലും കൊടുത്തോന്ന് ചോദിക്കും. അപ്പോഴത്തേനും എന്താണ് മീനാക്ഷി ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്, മീനാക്ഷി അവക്ക് ഡ്രസ്സൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് ഞാൻ അവക്ക് കുറച്ച് വസ്ത്രം മേടിച്ചാന്ന് പറഞ്ഞ് ഇന്നാ മൈഥിലി നീ ഇത് വെച്ചോ എന്ന് പറഞ്ഞ് എടുത്ത് കൊടുത്തിട്ട് നീ പോയി ഈ വസ്ത്രമൊക്കെ മാറ്റി കുളിച്ച് വൃത്തിയായിട്ട് എന്ത് ചെയ്യാൻ നോക്ക്, ഭക്ഷണം കഴിക്കാൻ നോക്കുന്ന എല്ലാ അവകാശങ്ങളും ACP അവിടെ എന്താണ് അവക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞു. അവൾക്ക് വളരെ സന്തോഷമായി. അപ്പൊ സാവിത്രി പറയുന്നു, നീ ഇവളെ വിളിച്ച് നീ കൊണ്ടുവന്ന കാട്ടിലേക്ക് തന്നെ ഇവളെ കൊണ്ടുപോയില്ലെങ്കിൽ ഇവിടുത്തെ വാഴച്ചോട്ട് ഞാൻ ഇവളെ കൊന്നു കുഴിച്ചു മൂടി ഞാൻ അടക്കും എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് എന്താണ് അവന് ഒരു കുലുക്കവും. അവൻ എന്ത് ചെയ്യുന്നു, മീനാക്ഷി എടുത്ത് പറയുന്നുണ്ട്, മീനാക്ഷി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്, പിന്നെ മോനെ ഇത് ശരിയാവത്തില്ല, ഈ ബന്ധം ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോയാൽ ശരിയാവത്തില്ല, നീ വളരെ കഷ്ടപ്പെടും, നീ മാനസികമായി തകർന്നിരുന്ന സമയത്ത് ഇവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടി എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അന്ന് നിന്റെ ഈ കാട്ടിക്കൂട്ടലുകൾക്കെല്ലാം കൂട്ടുനിന്ന് നിന്നെ സംരക്ഷിക്കാൻ എൻ്റെ മകൾ മീനാക്ഷി മാത്രമേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി എന്നും അങ്ങനെ ഉണ്ടാവത്തുള്ളൂ എന്ന് പറയുന്നു. പക്ഷെ ഇവൻ ഒന്നും മൈൻഡ് ചെയ്യാതെ ഇവൻ ഇറങ്ങി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മൈഥിലി കുളിച്ച് അങ്ങനെ സുന്ദരിയായ സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ സാരിയുടെ പ്ലേറ്റ് ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമോ, അയ്യോ എൻ്റെ കാർത്തികിന് എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒന്നും കാർത്തിക് എന്തായിട്ടില്ല, മറന്നു പോയിട്ടില്ല. ഞാൻ ഓടിപ്പോയെങ്കിലും ഞാൻ എന്നായാലും വരുമെന്ന് കാർത്തിക് കാത്തിരിക്കുമായിരുന്നു കാണും. അതിൽ എനിക്ക് വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു തന്നേന്ന് പറഞ്ഞ ആ ഉടുത്ത വസ്ത്രത്തിലൊക്കെ ഇങ്ങനെ തൊട്ട് മുഖത്ത് അങ്ങനെ പുഞ്ചിരിച്ച് അങ്ങ് എന്താണ് പൂത്തിരി കത്തിച്ച് അങ്ങ് വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് എന്നിട്ട് മനസ്സ് ചിന്തിക്കുവാണ്, ഇനി എൻ്റെ കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറി എനിക്ക് ഇനി ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കാം. കാർത്തിക് എൻ്റേത് മാത്രമായിട്ട് എനിക്കിവിടെ കാർത്തിക് മുഖത്ത് സന്തോഷമായിട്ട് ജീവിക്കാം. കാർത്തിക് എന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ എല്ലാവരും എതിർത്തിട്ട് പോലും കാർത്തിക് എന്താണ് എന്നെ ഇവിടെ കയറ്റിയതും എൻ്റെ അടുത്ത് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നതും എനിക്ക് വസ്ത്രം മേടിച്ചുകൊണ്ട് തന്നതെല്ലാം എൻ്റെ കാർത്തികാണ്. കാർത്തികിന് എൻ്റെ അടുത്ത് ആ പഴയ സ്നേഹം ഇപ്പോഴും ഉണ്ടെന്ന് ചിന്തിച്ചിങ്ങനെ മുഖം ഒന്ന് കണ്ട ഭയങ്കര പൂത്തൊലഞ്ഞാണ് നിൽക്കുന്നത്. ആ സമയത്ത് നമ്മുടെ മീനാക്ഷി എന്താണ് കുറെ കവർ കെട്ടുമായിട്ട് അങ്ങോട്ട് വന്ന് കട്ടിലിട്ടിട്ട് പറഞ്ഞ് ദാ അടക്കുന്നു,
നിന്റെ കുറെ പഴയ സാരികളൊക്കെ നീ പോയപ്പം കൊണ്ടുപോകാത്ത കുറെ സാരികൾ ദാ കിടക്കുന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും വീണ്ടും എന്താണ് മൈഥിലി ആലോചിക്കുക, അയ്യോ ഞാൻ ഓടിപ്പോയെങ്കിലും കാർത്തിക് എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് അതൊന്നും എടുത്ത് കത്തിച്ച് കളഞ്ഞില്ല. അപ്പോൾ എപ്പോഴായാലും ഞാൻ വരുമെന്ന് കാർത്തികിന് അറിയാമായിരുന്നു. കാർത്തിക് എന്നെ കാത്തിരിക്കുമായിരുന്നു. ആ മുഖത്തിന്റെ സന്തോഷം ഒന്ന് കാണണം. ഈ സമയം എന്താണ് മീനാക്ഷി ചോദിക്കുന്നുണ്ട്, നീ എന്താടി ആലോചിക്കുന്നേ? ഇതൊക്കെ നീ ഇറങ്ങിപ്പോയപ്പം ഇവിടെ കത്തിക്കാൻ പോയപ്പോ ഞാനാണ് ഇതെല്ലാം എന്താണ് വേണ്ട പോട്ടെ എന്ന് പറഞ്ഞ് എന്താണ് സൂക്ഷിച്ചു വെച്ചെന്ന് പറഞ്ഞപ്പോഴത്തേന് ഇവളുടെ മുഖം ഒന്ന് വാടി. എന്നാൽ ഇവൾ ഒട്ടും തന്നെ എന്താണ് മുഖത്തെ ഭാവം കണ്ട അറിയാം, ഇനി ഒട്ടും ഇവൾ അങ്ങോട്ട് വിട്ടുകൊടുക്കത്തില്ല. ഇവൾ ഏത് സമയവും മീനാക്ഷിനെ എന്താക്കും, ഇവള് പുറത്താക്കും എന്നുള്ള ഇതിൽ നിൽക്കുവാണ്. അതാണ് ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡ്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ 1000 നന്ദി. ബൈ ബൈ.